എനിക്ക് 96 വയസ്സായി. എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 64 വർഷം വിവാഹ ജീവിതം നയിച്ചു. ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ട്. നിങ്ങൾ തെറ്റായ വ്യക്തിയാണ് വിവാഹം കഴിച്ചത്. അത് കുഴപ്പമൊന്നുമില്ല. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാനത് വിശദീകരിക്കാം. കാരണം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 64 വർഷമാക്കിയതിൻ്റെ ഒരേ ഒരു കാരണമാണ്. പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും നിങ്ങളുടെ ആത്മ ഇണയെ കണ്ടെത്തുന്നതിനെക്കുറിച്ചും നിങ്ങളോട് പറഞ്ഞ എല്ലാത്തിനും നേരെ വിപരീതമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. എനിക്ക് 24 വയസ്സുള്ളപ്പോൾ ഞാൻ റോബർട്ടിനെ വിവാഹം കഴിച്ചു. അവൻ സുന്ദരനായിരുന്നു, ദയാലുവുമായിരുന്നു. ഫാക്ടറിയിൽ നല്ല ജോലിയുണ്ടായിരുന്നു. എന്നെ ചിരിപ്പിച്ചു. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഞാൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞു. വിവാഹത്തിൽ എൻ്റെ അമ്മ സന്തോഷ കണ്ണീർ ഒഴുക്കി. ഞാൻ എൻ്റെ ആളെ കണ്ടെത്തിയെന്ന് ഞാൻ കരുതി. 3-ാം വർഷമായപ്പോഴേക്കും എനിക്ക് അത്ര ഉറപ്പില്ലായിരുന്നു. അവൻ പാത്രങ്ങൾ സിങ്കിൽ ഉപേക്ഷിച്ചു. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ നിശബ്ദനായിരുന്നു. ഞാൻ നിശബ്ദത ആഗ്രഹിച്ചപ്പോൾ അവൻ സംസാരിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ പണം ചെലവഴിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം പണം ചെലവഴിച്ചു. എനിക്ക് യോജിക്കാത്ത രീതിയിലുമാണ് അദ്ദേഹം ഞങ്ങളുടെ മകളെ വളർത്തിയത്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് വഴക്കിട്ടു. എൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ച് വഴക്കിട്ടു. ഇപ്പോൾ ഓർക്കാൻ പോലും കഴിയാത്ത അത്ര ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളന്ന് വഴക്കിട്ടു. പക്ഷേ അന്ന് അവ വലുതായി തോന്നി. ഞാനൊരു തെറ്റ് ചെയ്തുവെന്ന് ഞാനന്ന് കരുതി. വിവാഹം ഇങ്ങനെ ആയിരിക്കരുത് എന്ന് ഞാൻ കരുതി. ഞാൻ തെറ്റായ വ്യക്തിയാണ് വിവാഹം കഴിച്ചത്. അന്ന് എനിക്ക് 27 വയസ്സായിരുന്നു. എനിക്ക് 2 വയസ്സുള്ള ഒരു മകളുണ്ടായിരുന്നു. 30 വർഷമായി വിവാഹിതയായ എൻ്റെ അയൽക്കാരിയായ മാർഗരറ്റിനൊപ്പം ഞാൻ കാപ്പി കുടിക്കുകയായിരുന്നു. ഞാൻ സന്തോഷവതി അല്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഒരു പക്ഷേ റോബർട്ടും ഞാനും പരസ്പരം യോജിക്കുന്നില്ലായിരിക്കാം. അവൾ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. ശരിക്കും എനിക്ക് കൂടുതൽ അർഹതയുണ്ടെന്ന് പറയുവാൻ ഞാൻ ആ നിമിഷം കാത്തിരുന്നു. പകരം അവൾ ചിരിച്ചു. ക്രൂരമായിട്ടല്ല, പക്ഷെ ശരിക്കും ചിരിച്ചു. പിന്നെ അവൾ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യം, ഒരു സത്യം പറഞ്ഞു. പ്രിയപ്പെട്ടവളെ, നമ്മളെല്ലാവരും തെറ്റായ വ്യക്തിയെ വിവാഹം കഴിച്ചു. എന്തായാലും അവരെ ശരിയായ വ്യക്തിയാക്കാൻ തീരുമാനിക്കുക എന്നതാണ് നമ്മുടെ തന്ത്രം. അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല. അപ്പോൾ ഒട്ടും പിടികിട്ടിയില്ല. എന്നാൽ 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി. നിങ്ങൾ വിവാഹം കഴിക്കുന്ന വ്യക്തി നിങ്ങൾ വിവാഹിതയായി തുടരുന്ന ആളല്ല. ആളുകൾ മാറുന്നു, നിങ്ങൾ മാറുന്നു. നിങ്ങളുടെ വിവാഹ ദിനത്തിൽ നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ ജീവിതം നിങ്ങളെ രണ്ടുപേരെയും മാറ്റുന്നു. 24-ാം വയസ്സിൽ ഞാൻ വിവാഹം കഴിച്ച പുരുഷനെ അല്ല ഞാൻ 88-ാം വയസ്സിൽ അടക്കം ചെയ്തത്. 30-ാമത്തെ വയസ്സിൽ റോബർട്ട് അംബീഷ്യസും ഊർജ്ജസ്വലനും അക്ഷമനുമായിരുന്നു. എന്നാൽ 50-ാം വയസ്സിൽ റോബർട്ട് ക്ഷീണിതനും പണത്തെക്കുറിച്ചും അകലം പാലിക്കുന്നതിനെക്കുറിച്ചും ആശങ്കാകുലനുമായിരുന്നു. 70-ാം വയസ്സിൽ റോബർട്ട് മൃദുവും മണ്ടനുമായിരുന്നു. സിനിമകളിൽ എൻ്റെ കൈ വരെ പിടിച്ചു. 85-ാം വയസ്സിൽ റോബർട്ട് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. ഗുളികകൾ കഴിക്കാൻ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഇതിലാരെയാണ് ഞാൻ ശരിക്കും വിവാഹം കഴിച്ചത്? ഈ പറഞ്ഞ എല്ലാവരെയും ഞാൻ വിവാഹം കഴിച്ചു. ഞാനും മാറി. 24 വയസ്സിൽ എനിക്ക് നാണമായിരുന്നു. 40-ാം വയസ്സിൽ അഭിപ്രായപ്പെട്ടിരുന്നു. 52 വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചപ്പോൾ വിഷാദം തോന്നി. 60 വയസ്സിൽ ആത്മവിശ്വാസം. 73 വയസ്സിൽ എനിക്ക് ആദ്യത്തെ ക്യാൻസർ ഭീതി ഉണ്ടായപ്പോൾ ഞാൻ ഭയപ്പെട്ടുപോയി. 80 വയസ്സിൽ ഞാൻ മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ രോഗിയായി. 24 വയസ്സിൽ ഞാൻ ആദ്യമായി വിവാഹം കഴിച്ച റോബർട്ട് 52 വയസ്സിൽ എന്നെ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ അയാൾ എന്നെ അന്ന് തിരിച്ചറിയുമായിരുന്നില്ല. ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടിരിക്കാനും സാധ്യതയില്ല. പക്ഷെ ഞങ്ങൾക്ക് ആ തിരഞ്ഞെടുപ്പ് ലഭിച്ചില്ല. വ്യത്യസ്ത ദിശകളിലേക്ക് വളർന്നപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് വളർന്നു. പ്രത്യേകിച്ച് അപ്പോൾ. വിവാഹത്തെക്കുറിച്ച് ആരും നിങ്ങളോട് പറയാത്ത കാര്യം ഇതാണ്. നിങ്ങളെ പൂർണ്ണമാക്കുന്ന ഒരാളെ കണ്ടെത്തുന്നതിനെക്കുറിച്ചല്ല വിവാഹം. അത് കൂടുതൽ വിവാഹങ്ങളെ നശിപ്പിക്കുന്ന ഒരു മിഥ്യയാണ്. തിരഞ്ഞെടുക്കാൻ എളുപ്പമില്ലാത്തപ്പോൾ പോലും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ തയ്യാറുള്ള ഒരാളെ കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ് ഇത്. റോബർട്ടിനെ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത വർഷങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ സത്യസന്ധമായി പറയുന്നു. എനിക്ക് അല്പം സ്വസ്ഥത കിട്ടാൻ വേണ്ടി റോബർട്ട് മീൻ പിടിക്കാൻ പോകുന്ന ദിവസങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തിയ മാസങ്ങൾ വരെ ഉണ്ടായിരുന്നു. സോഫയിൽ കിടന്നുറങ്ങുകയും എൻ്റെ ജീവിതം എങ്ങനെയിരിക്കുമെന്ന് ഒറ്റയ്ക്ക് ചിന്തിക്കുകയും ചെയ്ത തർക്കങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് നിർത്തിയില്ല. ഞാനൊരു വിശുദ്ധയായതുകൊണ്ടല്ല, അത് എളുപ്പമായതുകൊണ്ടല്ല, പക്ഷെ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിച്ചു. എൻ്റെ താൽക്കാലിക അസന്തുഷ്ടിയേക്കാൾ വിലയുള്ളതാണ് ഞങ്ങളുടെ വിവാഹം എന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെ സംഭവിച്ചത് ഇതാണ്. 30 വയസ്സിൽ എന്നെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ 60-ാം വയസ്സിൽ അത് പ്രിയങ്കരമായി മാറി. അദ്ദേഹം കാര്യമാക്കുന്നില്ലെന്ന് ഞാൻ കരുതിയ അദ്ദേഹത്തിൻ്റെ നിശബ്ദത റോബർട്ട് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അദ്ദേഹം എന്നെ അവഗണിക്കുകയായിരുന്നില്ല.
അദ്ദേഹം ശരിക്കും ചിന്തിക്കുകയായിരുന്നു. ഞാനത് മനസ്സിലാക്കിയപ്പോൾ എല്ലാം മാറി. വർഷങ്ങളോളം എന്നെ ഭ്രാന്തിയാക്കിയ അദ്ദേഹം പണം ചെലവഴിച്ച രീതിയുണ്ട്. ദരിദ്രനായി വളർന്നതിൽ നിന്നാണ് അതങ്ങനെ വന്നതെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അയാൾ അശ്രദ്ധനായിരുന്നില്ല, അയാൾ വിജയിച്ചു എന്ന് സ്വയം തെളിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വഴക്കിടുന്നത് നിർത്തി റോബർട്ടിനെ മനസ്സിലാക്കുവാൻ തുടങ്ങി. വിവാഹം 50-50 അല്ല, അത് മറ്റൊരു നുണയാണ് നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ചില വർഷങ്ങളിൽ അത് 80-20 ആണ്, ചില വർഷങ്ങളിൽ അത് 10-90 ആണ്. എൻ്റെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു വർഷം റോബർട്ട് എല്ലാം ചെയ്തു. പാചകം വൃത്തിയാക്കൽ, ബാത്റൂമിൽ എന്നെ സഹായിക്കൽ എല്ലാം അദ്ദേഹം ചെയ്തു. എൻ്റെ സാന്നിധ്യം ഒഴികെ മറ്റൊന്നും എനിക്ക് അദ്ദേഹത്തിന് നൽകുവാൻ കഴിഞ്ഞില്ല. റോബർട്ട് ഒരിക്കൽ പോലും പരാതിപ്പെട്ടില്ല. പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും ചുമന്ന വർഷങ്ങളുണ്ടായിരുന്നു. 54-ാം വയസ്സിൽ ജോലി നഷ്ടപ്പെട്ട് ഇരുണ്ട സ്ഥലത്ത് വീണപ്പോൾ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചപ്പോൾ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി. കാരണം അതാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ മുൻപേ പറഞ്ഞ 50-50 ഉണ്ടല്ലോ, അല്ലെങ്കിൽ 10-90, ഇങ്ങനെയുള്ള സ്കോർ ഒന്നും നിലനിർത്തുന്നില്ല. നിങ്ങൾ സ്കോർ നിലനിർത്താൻ തുടങ്ങുന്ന നിമിഷം നിങ്ങൾ ഇതിനകം തന്നെ തോറ്റുപോയി എന്ന് പറയാം. ഞാനിപ്പോൾ യുവദമ്പതികളെ നോക്കുന്നു. അവർ വളരെയധികം പ്രതീക്ഷിക്കുന്നു. അവർ തങ്ങളുടെ പങ്കാളിയെ എല്ലായ്പ്പോഴും എന്നേക്കും ഉറ്റ സുഹൃത്ത്, ഒരു തെറാപ്പിസ്റ്റ്, അഡ്വഞ്ചറസ് ഫ്രണ്ട്, കോ പേരൻറ്റ്, ഫൈനാൻഷ്യൽ ഈക്വൽ, ഇൻ്റലക്ച്വൽ മാച്ച്, പെർഫെക്റ്റ് സെക്ഷൽ പാർട്ട്ണർ എന്നിവയൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആർക്കും അത് മുഴുവൻ ആകാൻ കഴിയില്ലെന്ന് ഓർക്കുക. ആർക്കും അതൊന്നും പറ്റില്ല. റോബർട്ട് എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിൻഡ ആയിരുന്നു. റോബർട്ട് എൻ്റെ ഇൻ്റലക്ച്വൽ പങ്കാളി അല്ലായിരുന്നു. അദ്ദേഹം ഒരിക്കലും തൊടാത്ത പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. എനിക്കൊരിക്കലും കഴിയാത്ത വിധത്തിൽ റോബർട്ട് എഞ്ചിനുകളെ മനസ്സിലാക്കി. പകുതി സമയവും ജീവിതത്തിൽ നിന്ന് ഒരേ കാര്യങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. പക്ഷേ അദ്ദേഹം എൻ്റെ പങ്കാളിയായിരുന്നു. അത് മതിയായിരുന്നു. എനിക്കിപ്പോൾ 96 വയസ്സായി. റോബർട്ട് പോയിട്ട് 8 വർഷമായി. എനിക്ക് എല്ലാ ദിവസവും അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ട്. റോബർട്ട് പൂർണ്ണതയുള്ള വ്യക്തി ആയതുകൊണ്ടല്ല, മറിച്ച് അവൻ എൻ്റേതും ഞാൻ അവൻ്റേതുമായതുകൊണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ജീവിതം കെട്ടിപ്പടുത്തു. ഒരു മകളെ വളർത്തി. ജോലി നഷ്ടങ്ങളും ആരോഗ്യ ഭീഷണികളും ഞങ്ങൾ സ്നേഹിച്ച ആളുകളുടെ മരണങ്ങളും ഒക്കെ അതിജീവിച്ചു. കരയുന്നതുവരെ ഞങ്ങൾ ചിരിച്ചു, ചിരിക്കുന്നതുവരെ കരഞ്ഞു. അതുകൊണ്ട് ഞാൻ ശരിയായ വ്യക്തിയാണോ വിവാഹം കഴിച്ചത്? ആ ചോദ്യം പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഒരാളെ വിവാഹം കഴിച്ചു. തുടർന്ന് അത് ശരിയാക്കാൻ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും വീണ്ടും തീരുമാനിച്ചു. നിങ്ങളിപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലായിരിക്കുകയും നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഇതാണ്. നിങ്ങളൊരു പക്ഷേ അങ്ങനെ ചെയ്തിരിക്കാം. നാം എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. വിവാഹം എന്നത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു തെറ്റാണ്. എന്നിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാക്കി മാറ്റാൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു. ഞാൻ ശരിയായ വ്യക്തിയെ വിവാഹം കഴിച്ചോ? ഇതൊന്നുമല്ല ചോദ്യം. ബുദ്ധിമുട്ടുള്ളപ്പോഴും ഈ വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ ഞാൻ തയ്യാറാണോ എന്നതാണ് ചോദ്യം. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളപ്പോൾ. കാരണം സ്നേഹം ഒരു വികാരമല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ എല്ലാ ദിവസവും ആ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. 64 വർഷത്തേക്ക് ഞാൻ റോബർട്ടിനെ തിരഞ്ഞെടുത്തു. 64 വർഷങ്ങൾ കൂടി ഞാൻ അദ്ദേഹത്തെ തന്നെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കും.